എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്ന് മകം, പൂരം, ഉത്രം 1-ാം പാദം വരെയുള്ള ചിങ്ങക്കൂറുകാരുടെ കൂറുഫലമാണ് പറയാൻ പോകുന്നത്. എപ്പോഴത്തെയും പോലെ ഇപ്പോഴും പറയുന്നു, ഫലം പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുക. അതിൻ്റെ വരും വരായികകളെ മുൻകൂട്ടി അറിയാൻ ശ്രമിക്കുക. അതനുസരിച്ച് മുന്നോട്ട് ജീവിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു രാജകോപം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഇക്കാലത്ത് രാജകോപമല്ല, രാജകോപത്തിന് പകരം സർക്കാർ കോപമാണ് ഉണ്ടാവുക. കേസും കന്നിമാസത്തിൽ ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധം പുലർത്താനും സ്വാദിഷ്ട ഭോജനത്തിലൂടെയും സുഖനിദ്രയിലൂടെയും ജീവിതം ആസ്വദിക്കാനും സാധ്യമാകും. എന്നിരുന്നാലും ശിരസ്സിനും നേത്രത്തിനും രോഗസാധ്യതകൾ കൂടുതലാണ്. ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തുലാമാസത്തിൽ വരുമാന വർധനവും ആരോഗ്യവർധനവും ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷം കളിയാടും. എന്നിരുന്നാലും പരസ്പര മാസത്തിൽ കുടുംബത്തിൽ സന്തോഷവും ധനവർധനവും ഉണ്ടാകുമെങ്കിലും ഭരണാധികാരികളുമായി വാക്കുതർക്കത്തിന് സാധ്യതയേറെയാണ്. മിഥുനമാസത്തിൽ ഇവർ വൻ വിജയങ്ങൾ കരസ്ഥമാക്കും. ഉന്നത വ്യക്തികളുമായി സമ്പർക്കം പുലർത്തും. സർവ സൗഭാഗ്യങ്ങളും ധനവരവും വന്നുചേരും. എന്നിരുന്നാലും പ്രവർത്തന മേഖല അത്ര അനുകൂലമല്ല. കർക്കിടക മാസത്തിൽ സർവ്വത്തിൽ സംശയാസ്പദമായി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് വ്യക്തമായി പരിശോധിച്ച് പ്രവർത്തിക്കുക. തെറ്റിദ്ധാരണകൾ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കൂറുകാർ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും പുരുഷ സൂക്ത മന്ത്രാർച്ചന ചെയ്യുകയും ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുകയും ഗണപതി ഭഗവാന് കറുകഹാരം സമർപ്പിക്കുകയും ചെയ്ത് പ്രാർത്ഥനയ്ക്ക് ശക്തി കൂട്ടണം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട.